സന്ദീപ് വാര്യർ യഥാർത്ഥത്തിൽ ചാണകക്കുഴിയിൽ നിന്ന് പതുക്കെ കയറി കുളിച്ച് വൃത്തിയാകാതെ ചീഞ്ഞു നാറുന്ന ഒരു ഡിച്ചിലേക്കാണ് ഇപ്പോൾ വന്ന് പെട്ടിരിക്കുന്നത്. ഇതിനേക്കാളും നാറ്റമാണ് ഈ പട പേടിച്ച് പന്തളത്ത് പോയപ്പോൾ പന്തം കൊളുത്തി പട എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ? അതുപോലെയാണ് സന്ദീപ് വാര്യറിൻ്റെ ഒരു അവസ്ഥ. അതുകൊണ്ട് സന്ദീപ് വാര്യർ പോയത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഈ മണ്ഡലത്തിൽ കുറച്ചുകൂടി നല്ല വിജയസാധ്യത വർദ്ധിച്ചു എന്നുള്ളതാണ്. അതിവിടെ ഇപ്പോൾ മന്ത്രി വ്യക്തമാക്കിയല്ലോ അതിൻ്റെ സാധ്യതകൾ എന്താണ് എന്ന് ഞാൻ ആവർത്തിച്ച് പറയുന്നില്ല. ഇപ്പോൾ സന്ദീപ് വാര്യർ ഇപ്പോൾ പാണക്കാട്ടിലേക്ക് പോയിരിക്കുകയാണ്. പാണക്കാട്ടിൽ നിന്ന് പത്രസമ്മേളനം നടത്തുന്നത് കണ്ടു. മറ്റൊരു സ്ഥലത്തേക്കാണ് അദ്ദേഹത്തിന് കൊണ്ടുപോകേണ്ടത് യഥാർത്ഥത്തിൽ. അത് ഞാൻ പറയുന്നില്ല, മനസ്സിലായില്ല. അപ്പോൾ ഇവിടെ എന്തും പറഞ്ഞ് ഇപ്പോൾ മറ്റൊരു വെറുപ്പിൻ്റെ രാഷ്ട്രീയത്തിലും വിദ്വേഷത്തിൻ്റെ രാഷ്ട്രീയത്തിലും നിൽക്കുമ്പോൾ ഈ പൊതുസമൂഹത്തോട് വർഗീയ വിഷം ചീറ്റി ആ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നതിന്, മതപരമായി ഭിന്നിപ്പിക്കുന്നതിന് നേതൃത്വം കൊടുത്തൊരു വ്യക്തിയെ ഒരു മടിയുമില്ലാതെ കെട്ടിപ്പുണരാൻ കോൺഗ്രസ്സിന് മാത്രമേ സാധിക്കൂ. എന്തുകൊണ്ടാണ് ചോദിച്ചാൽ കോൺഗ്രസ് എല്ലാ കാലത്തും മൃദു ഹിന്ദു പ്രീണന നയം സ്വീകരിക്കുന്നവരാണ്. അപ്പോൾ അവർക്ക് ഇപ്പോൾ കുറച്ചുകൂടി നല്ല പാലമായി സന്ദീപ് വാര്യറിലൂടെ RSSനോടും BJPയോടും സന്ധി ചെയ്യാൻ രഹസ്യധാരണയുണ്ടാക്കാനുള്ള ഒരു പാലമാണ് സന്ദീപ് വാര്യർ. അതുകൊണ്ടാണ് മുരളീധരൻ തന്നെ വ്യക്തമാക്കിയത്, സ്നേഹത്തിൻ്റെ കടയിലേക്ക് വന്നാൽ ഈ മെമ്പർഷിപ്പ് എല്ലാ കാലത്തും ഇവിടെ തന്നെ നിൽക്കണം. ഒരു മുതിർന്ന കോൺഗ്രസിൻ്റെ നേതാവാണ് പറഞ്ഞത്. അപ്പോൾ ആ കോൺഗ്രസിനകത്ത് തന്നെ ഇദ്ദേഹത്തെക്കുറിച്ച് ഒരു മതിപ്പുമില്ല, യാതൊരു തരത്തിൽ ഇദ്ദേഹം ഇവിടെ തന്നെ നിൽക്കുമെന്ന് ഉറപ്പുമില്ല എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്.